ഈ ട്രംപ് പുടിൻ മീറ്റിംഗ് കഴിഞ്ഞല്ലോ, ലോകം മൊത്തം കാത്തിരുന്നൊരു മീറ്റിംഗ് ആയിരുന്നു. അത് എന്തായാലും ധാരണയായില്ല. പുടിൻ്റെ വഴിക്ക് പോയി, ട്രംപിൻ്റെ വഴിക്ക് പോയി. ട്രംപിന് മനസ്സിലായി ലോകത്തുള്ള എല്ലാവരും ഞാൻ പറയുന്ന കാര്യമൊന്നും കേൾക്കില്ല എന്നുള്ള കാര്യം. അപ്പം അതവിടെ കഴിഞ്ഞപ്പോൾ മുതൽ വിദഗ്ധരുടെ അഭിപ്രായം ഉണ്ടായിരുന്നു, ഇതിൻ്റെ പണി ഇനി ഇന്ത്യക്കാണ് കിട്ടാൻ പോകുന്നത്. കാരണം റഷ്യയുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് നമ്മൾ. അപ്പോൾ ഈ വീണ്ടും അടുത്ത 25% താരിഫും കൂടെ ചേർത്ത് 75 ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ 50 അടിച്ച് 100 ആക്കാനുള്ള 100 സെഞ്ചുറി തേക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അല്ലേ ഒരു ചർച്ച, അതായത് 6ാം ഘട്ട ചർച്ച. 5 ഘട്ടത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ താരിഫുകളുമായിട്ട് ബന്ധപ്പെട്ട്, കയറ്റുമതി ഇറക്കുമതി താരിഫ്. അപ്പം 6ാമത്തെ ഘട്ടം ചർച്ച ഈ 27-ാം തീയതി മുതൽ 30-ാം തീയതി നടക്കാനിരുന്നതാണ്. അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കും എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും ഈ പുടിൻ അമേരിക്ക തമ്മിലുള്ള ചർച്ചയെ നമ്മളങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം പുടിൻ അലസ്കയിൽ എത്തിയത് തന്നെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനാണ്. ഇന്ത്യയുടെ താരിഫിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി നമുക്ക് മറ്റ് ചർച്ചകൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മയപ്പെടുത്തലൊക്കെ വന്നത്. പക്ഷേ ഈ അമേരിക്കയിൽ നിന്ന് കുറച്ച് പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് 6ാം ഘട്ട ചർച്ച നടത്താനായി. ഈ മാസം ഓഗസ്റ്റ് 27 മുതൽ 30 വരെ എന്നുള്ളതായിരുന്നു വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നു ഞങ്ങളിപ്പോൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി തീയതി പിന്നീട് പ്രഖ്യാപിക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് അമേരിക്ക എന്നാണ് പറയുന്നത്. പൂർണ്ണമായും ചർച്ച ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ പറയുന്നത് ചർച്ചയ്ക്കൊന്നും ഇങ്ങോട്ട് വരേണ്ടതാവുകയായി, വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ ഇന്ന് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇന്നലെ വേണ്ട. ഞങ്ങളുടെ വിപണി അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനങ്ങൾ എന്ത് ചെയ്യണം, അത് ഏത് മാർക്കറ്റിൽ വിറ്റഴിക്കണം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഏറ്റവും കൂടുതൽ വിപണിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 148 കോടി മാർക്കറ്റാണ് ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഇന്ത്യക്കൊപ്പമുണ്ട്. സമ്പത്തിൽ നമ്മളെക്കാൾ 5 മടങ്ങ് വലുതായ രാജ്യം ചൈന നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ പറയുകയാണ് അമേരിക്കയ്ക്ക് ഞങ്ങൾ പിണ്ടം വച്ച് പടിക്ക് പുറത്താക്കി. ഇനി ട്രംപ് മര്യാദയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് സമാധാനത്തിന്റെ തരത്തിൽ ഈ ഈഗോയും ദേഷ്യവും കലിപ്പും ഒക്കെ വെച്ചുകൊണ്ട് ഇന്ത്യയോട് പെരുമാറാൻ നിന്നാൽ ഇന്ത്യ അതിന് മുട്ടുകുത്തില്ല. ഇന്ത്യയുടെ മുന്നിൽ ട്രംപിന് മുട്ടുകുത്തേണ്ട അവസ്ഥ വരും. പുടിൻ വരെ ട്രംപിനോട് പറഞ്ഞു ആദ്യം ഇന്ത്യയെ കുറിച്ചുള്ള സംസാരം, അതിന് കഴിഞ്ഞതിന് ശേഷം അത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള, കാരണം റഷ്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് മൈ ഫ്രണ്ട് റഷ്യ എന്ന് കുറിച്ചത് അതുകൊണ്ടാണ്, മൈ ഫ്രണ്ട് പുടിൻ എന്ന് കുറിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ പറയും ഒരു ഫ്രണ്ട് പണി തന്നു, നമുക്കാരും പണി തന്നിട്ടില്ല. കാരണം ഇന്ത്യക്ക് തീരുവ ഉയർത്തുമ്പോൾ അത് പണി കിട്ടുന്നത് അമേരിക്കയ്ക്ക് കൂടിയാണ് എന്ന് ഓർക്കാതെയാണ് ഈ മണ്ടൻ എന്തൊക്കെയോ കിടന്ന് പിച്ചും പെയ്യും പുലമ്പുന്നത് എന്നുള്ളതാണ്. ഇതിലെ ട്രംപിന് കലിപ്പ് വരാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ട്രംപിന് ഈ ലൈംഗിക ആരോപണ കേസുണ്ട്. അത് വലിയ രീതിയിൽ ഉയർന്നു വരികയും ട്രംപിനെ ഇംപീച്ച് ചെയ്യുമോ എന്നുള്ള ഭയം ട്രംപിനുണ്ട്. അതിനു മുൻപ് ഒരു നൊബേൽ സമ്മാനം അടിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനപ്പുറം അവരുടെ എയർബേസുകളും നമ്മൾ ആക്രമിച്ചു. അതായത് അമേരിക്കയുടെ കൂടി അധീനതയിലുള്ള നൂർഖാൻ എയർബേസ്, ആ എയർബേസ് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ കിടന്ന് അർമാദിച്ചെന്ന് പറയേണ്ടി വരും. കാരണം ബ്രഹ്മോസ് മിസൈൽ അടക്കമുള്ള നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ച് അവിടെ വലിയ ഗർത്തമാണ് ആ എയർബേസിൽ ഉണ്ടായത്. അതിന് നന്നാക്കി എടുക്കാൻ ഒരുപാട് കോടി രൂപയുടെ ചിലവുകൾ വേണ്ടി വരും. സംശയം ചോദിച്ചോട്ടെ, ഇത് ഈ പരസ്യമായിട്ട് അമേരിക്കയ്ക്ക് ഈ ചില രാജ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള എയർബേസുകളും ഉണ്ട്, പരസ്യമായ എയർബേസുകളും ഉണ്ട്. പരസ്യമായ എയർബേസിലാണ് ഇറാൻ അടിച്ചതെന്ന്. അപ്പൊ ഇത് പരസ്യമായ എയർബേസ് ആണോ നൂർഖാനുള്ള? അല്ല, രഹസ്യമായ എയർബേസ് ആണ്. അത് പറയാനുള്ള കാരണം ഈ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞത് മര്യാദയ്ക്ക് നിർത്തിക്കോ, ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. കാരണം അമേരിക്കയുടെ നെഞ്ചത്താണ് ഇന്ത്യ ബോംബിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അത് നൊന്തു. മാത്രമല്ല അവരുടെ പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് പുറത്തു പറയാൻ അവർക്ക് കഴിയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ 13 സൈന്യം മരിക്കുകയും ഏകദേശം 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ നൂർഖാൻ എയർബേസ്, ഞങ്ങളുടെ എന്ന് പറയുമ്പോഴും അത്
VIP മാത്രം പോവുകയും വരികയും ചെയ്യുന്ന എയർബേസ് ആണ് ഈ നൂർ ഖാൻ എയർബേസ് എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള VIP മാത്രം പ്രാധാന്യമുള്ള ഒരു എയർബേസ് ആണ് നൂർ ഖാൻ എയർബേസ്. അത് അമേരിക്കക്കാർക്ക്, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ പാകിസ്ഥാനിൽ നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്ക അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എയർബേസ് ആണിത്. മാത്രമല്ല പാകിസ്ഥാന്റെ അണുവായുധ ശേഖരണത്തിൽ പോലും അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ കിനാന ഹിൽസിന്റെ അവിടെ പോയപ്പോൾ പാകിസ്ഥാൻ ഞെട്ടിയതിനേക്കാൾ കൂടുതൽ ഞെട്ടിയത് അമേരിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്ക എല്ലാ വിധത്തിലും ചതഞ്ഞരഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ശ്രദ്ധ മുഴുവൻ തങ്ങളിലേക്ക് എത്തിക്കാൻ, തങ്ങളെ എന്താ പറയുക, തങ്ങൾക്കെതിരെ നീങ്ങുന്നവർക്ക് താരിഫ് കൂട്ടിക്കൊണ്ട് മറ്റൊന്നും ആ പടുക്കിളവന് ചെയ്യാൻ കഴിയില്ല. 70 വയസ്സായി ഈ ചില കിളവന്മാർ കിടന്ന് തിളച്ച് മറിയുന്നത് കാണാൻ പറ്റും. ഞാൻ പക തീർക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ചത്. ഈ നരേന്ദ്രമോദിയുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി ഒരിക്കലും ഈ പറയുന്നതിന് തിരിച്ചു പറഞ്ഞ് മറുപടി കൊടുക്കാറില്ല. നരേന്ദ്രമോദിക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ മാത്രമേ നരേന്ദ്രമോദി, അതാണ് ബുദ്ധിയും വിവേകമുള്ള ആളിന്റെ ഒരു മറുപടികളാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആണവായുധങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം കുറേ തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മറുപടി നൽകി, നമ്മുടെ ദീപാവലിക്ക് പൊട്ടിക്കാനല്ല വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അത് കൃത്യമായ മറുപടി. അതുപോലെയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന 70-കാരനായി കിളവൻ കിടന്ന് ഇളകുന്നത്. 70-75 ആണെന്ന് തോന്നുന്നു, 84 വയസ്സ് പടുകളവനായി ആ കിളവൻ കിടന്ന് കാണിക്കുന്നതാണ് ഈ അട്ടഹാസം ആഡംബരമൊക്കെ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ഇന്ത്യ തീർത്ത് കളയും, പാകിസ്ഥാനെ അവിടെ വിളിച്ചോണ്ട് വരുത്തി ചോറ് കൊടുക്കുന്നു. ട്രംപിന് 79 വയസ്സാണ്, ക്ഷമിക്കണം 84 അല്ല. ഓ, വയസ്സിലൊന്നും വലിയ കാര്യമില്ല, കിടന്ന് പൊടിക്കുന്ന പൊടിയാണോ നമുക്ക് ഇതൊന്നും തോന്നില്ല. പക്ഷേ പഴുത്തിരിക്കുകയാണെന്ന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഇയാളെ വേട്ടെ, എന്നാലും അഹങ്കാരത്തിന് കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇറാൻ ഇത് ഫത്വ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നായാലും തീർക്കും, നീ എത്ര നാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിന് ഇറങ്ങുമല്ലോ, നീ അവിടെ നിന്ന് ഇറങ്ങുമല്ലോ. നമ്മുടെ നാട്ടിൽ SI-മാരുടെ അടുത്തൊക്കെ പറയുന്ന കാര്യം, നീ ആ യൂണിഫോമിൽ നിന്ന് ഇറങ്ങുമല്ലോ ഒരു ദിവസം എന്ന് പറയും. അപ്പൊ അതുപോലെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴല്ലേ, പിന്നെ അവിടെ പ്രസിഡന്റുമാർക്ക് സുരക്ഷ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കിട്ടും ആജീവനാണ്. പക്ഷെ എന്നാലും ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഒന്നും കാണില്ല. അപ്പൊ അന്ന് തീർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫത്വയുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കണം. അതായത് ഈ സൽമാൻ റഷ്ദി എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ടായിരുന്നു, പ്രവാചകൻ നിന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപിച്ച കുറ്റം. ഒരു പുസ്തകം, അതായത് പ്രവാചകനെതിരെ എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് എന്റെ ഓർമ്മ ശരിയാണ് 89-ലാണ് ഈ ഫത്വ പ്രഖ്യാപിച്ചത്. 2013 ഒരുത്തൻ ഇദ്ദേഹത്തിന് ന്യൂയോർക്കിൽ വെച്ച് കണ്ണിൽ കുത്തി. അപ്പൊ അത്രയും വർഷം എത്ര വർഷമായാലും ഇവരത് മറക്കില്ല എന്നുള്ളതാണ്. ഫത്വ എന്ന് പറയുന്നത് ലോകമൊട്ടാകെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുസ്ലിം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എന്താണ് കൊലവിളിയാണ്. അത് ആർക്ക് വേണം നടത്താം, ആർക്ക് വേണം ഏറ്റെടുത്ത് നടക്കാം. മുസ്ലിം തന്നെ ആവണമെന്നില്ല. എനിക്ക് ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ആ ആശയത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിലും പോയി നടത്താവുന്നത്. അപ്പൊ അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ ട്രംപിനെതിരെ അങ്ങനെ ഒരു ഫത്വ കറങ്ങി നടപ്പുണ്ട് ഇറാനിൽ കാണിച്ചു കൂട്ടിയതിന്റെ ഫലമായിട്ട്. ഇറാനിലെ ആക്രമണം പോലെ ഒന്നും ആയില്ല എന്നുള്ളതാണ്. ഇറാനിൽ അവർ ചെയ്തതിന്റെ പിറ്റേ ദിവസം അവിടുന്ന് അങ്ങേർക്ക് കിട്ടിയത് ആക്ഷേപം മാത്രമാണ്. അതായത് ആണവ ബോംബൊക്കെ നമ്മൾ മാറ്റി കേട്ടോ എന്ന് പറഞ്ഞു, പൊള്ളയായിട്ടുള്ള മലയിലാണ് കൊണ്ടിട്ടതെന്ന് പറഞ്ഞു. ട്രംപ് അത് കേട്ടതും ട്രംപിന് ഒരു വെകളി പിടിപ്പാണ്. എന്ത് ചെയ്യണം അറിയാത്തൊരു രാവിലെ അച്ചായൻ വൈകുന്നേരം 2 അടിച്ചിട്ട് ഇരിക്കുമ്പോ ഇന്ന് നാളെ 50% അടിച്ചു അങ്ങനെ തോന്നുന്ന. അപ്പൊ ഒന്ന് ആലോചിച്ചു, ലോകത്തിലെ ഏറ്റവും പവർഫുൾ കസേരയാണ് രാജാവിന്റെ കസേര. ലോക പോലീസാണ് അവര്, ലോകത്തെ 6 വയസ്സ് ബുദ്ധിയുള്ള ഒരു കുട്ടിയുടെ കയ്യിലേക്ക്, ഒരു വഷളം കുട്ടിയുടെ കയ്യിലേക്ക് ഈ ഒരു രാജാവിന്റെ കസേര എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, വഷളൻ ആയിട്ടുള്ളൊരു കുട്ടിയുടെ കയ്യിലെടുത്ത് കൊടുത്താൽ എന്തായാലും, അതാണ് ഇപ്പൊ ലോകത്തിന്റെ അവസ്ഥ. രാജ്യം തന്നെ നാളെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടൊരു രാജ്യമായിട്ട് ഇത് മാറും. കാരണം ഇപ്പൊ തന്നെ എത്ര രാജ്യങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പുടിനുമായിട്ടുള്ള ചർച്ച, ഇത് വളരെ ക്രിയാത്മകമായിട്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇവിടെയും ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഈ പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ, പുടിൻ അടുത്ത് വരുമ്പോൾ മുട്ടിടിക്കും. അമേരിക്കയിൽ അലാസ്കയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ വരുമ്പോൾ മുട്ടിടിക്കും അവിടെ. ഇത് പിന്നെ പുടിൻ സംസാരിച്ചപ്പോഴും ട്രംപിനെ വളരെ പുകഴ്ത്തി പറഞ്ഞിരുന്നു, അതായത് ട്രംപിനെ അഭിനന്ദിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു വിമർശനങ്ങൾ വന്നത്. ആദ്യം അതായത് നമ്മൾ ഈ ബർഗർ എന്ന് പറയും, അത് ആദ്യം ഒരു ബണ്ണ്, പിന്നെ അതിൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ കഴിക്കുമ്പോൾ ഈ ബണ്ണ് കടിക്കുമ്പോൾ ഇത് ബണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നും.
പിന്നെയാണ് മീറ്റ് വരുന്നത്. അതെ അതെ അപ്പൊ അതുപോലെ അങ്ങനെ ആയിരുന്നു കൊട്ടുകൊടുത്തത്. ട്രംപ് ആദ്യത്തെ അഭിനന്ദനം കേട്ട് ഉറങ്ങിയപ്പോഴത്തേക്കായിരുന്നു പിന്നെ വിമർശനം വന്നത്. ട്രംപ് ഒന്നും അറിഞ്ഞില്ല. രാത്രിയാണ് ചർച്ച നടക്കുന്നത്, അവിടെ രാവിലെയാണ്. എന്തായാലും ഇത് ഉറക്കം ഉണർന്നിരുന്ന് കണ്ട ഇന്ത്യക്കാരൊക്കെ അവസാനം വെറുതെ എന്താ പറയാ വിഡ്ഢികളായിട്ട് മാറി. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ താരിഫ് യുദ്ധമാണല്ലോ. ഈ താരിഫില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നരേന്ദ്രമോദി പ്രസംഗത്തിൽ ഈ പ്രധാനമന്ത്രി പ്രസംഗം ഉണ്ടായിരുന്നല്ലോ 103 മിനിറ്റ് സ്വാതന്ത്ര്യം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. അതായത് നമുക്ക് സ്വതന്ത്രമായൊരു രാജ്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ താരിഫ് യുദ്ധത്തിനെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല, ട്രംപിന്റെ ഒന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ട്രംപ് മോദി എന്ന് പേരെടുത്ത് പറയുന്നില്ലല്ലോ, ഇന്ത്യ എന്നല്ലേ പറയും. അപ്പൊ പറഞ്ഞത് ഇന്ന് നമ്മൾ ഈ യുദ്ധത്തിന് നേരിടുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 2020 വരെ നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള വരുമാനം, കയറ്റുമതിയിലുള്ള വരുമാനം $1 ബില്യൺ താഴെയായിരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിലാണ് $45 വർദ്ധിച്ചത്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ തരൂര് പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ മറ്റ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് $45 ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്കത് മറ്റു രാജ്യങ്ങളിലും സാധ്യമാണ്. ഇപ്പോൾ അമേരിക്ക വേണ്ടെങ്കിൽ വേണ്ട, മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ വ്യവസായികൾ മറ്റു രാജ്യങ്ങളിലേക്ക് കച്ചവടം വ്യാപിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് തരൂര് പറഞ്ഞിരുന്നു. അപ്പോൾ വിവരമുള്ളവരെല്ലാം കോൺഗ്രസിൽ അങ്ങനെയാണ് പറയുന്നത്, അല്ല ഡെഡ് എക്കോണമി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം 5 വർഷം കൊണ്ട് നമുക്ക് അത് അമേരിക്കയിൽ സാധ്യമായ മറ്റേത് രാജ്യങ്ങളിലും സാധ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നാളെ ഒരു 100 ബില്യൺ നമുക്ക് കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു താരിഫ് വന്നിരുന്നെങ്കിൽ നമുക്കത് വൻ തിരിച്ചടിയായിട്ട് മാറും. നമുക്ക് അമേരിക്ക പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ സൂപ്പർ പവർ ആകുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ മറികടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് അങ്ങനെയാണ് അല്ലേ? നമ്മൾ നാട്ടിലെ പ്രധാനമന്ത്രി, ഇപ്പോൾ ചായക്കടക്കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ചായക്കടക്കാർക്ക് എല്ലാം പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്രത്തോളം ചലഞ്ചുകൾ മറികടന്നിട്ടായിരിക്കാം അദ്ദേഹം ആ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രഥമ പൗരനായിട്ട് അദ്ദേഹം മാറിയത് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രഥമ പൗരനാണോ പ്രധാനമന്ത്രി എന്ന് എനിക്കറിയില്ല. പ്രസിഡന്റിനെയാണ് പ്രഥമ പൗരൻ, രാഷ്ട്രപതിയാണ് ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ പ്രധാനമന്ത്രി ആയത് എന്നുള്ള കാര്യം ഓർക്കണം. ഇന്ത്യ എന്ന രാജ്യം എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇപ്പോൾ എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ട്രംപിന്റെ ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ചർച്ച 6ാം ഘട്ടം ഉള്ള ചർച്ച മാറ്റിവെക്കും എന്നുള്ള മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. അതായത് ഇത് താരിഫ് എന്തായാലും ട്രംപിന് വിട്ടുകൊടുക്കേണ്ടി വരും. ഇതൊരിക്കലും ഇതുമായിട്ട് പ്രാബല്യത്തിൽ വരാൻ ട്രംപിനെ കൂടെ നടക്കാത്ത കാര്യമാണ്.